തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിയുടെ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ്. സാരംഗാണ് ചേരുന്നത്. സാരംഗ്, എപ്പോഴാണ് ഈ ഉദ്ഘാടനം? മന്ത്രി എത്തിയോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മന്ത്രി ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. 11 മണിക്കാണ് ഈ ചടങ്ങ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഇവിടെ പോലീസ് സന്നാഹം കനത്ത രീതിയിലുണ്ട്. കാരണം പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ ബാരിക്കേഡും മറ്റ് സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു പൊതുവായി യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നതല്ലാതെ ഇവിടെ സമരക്കാരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. മന്ത്രി ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമില്ല. 11 മണിക്ക് പറഞ്ഞ ചടങ്ങിലേക്ക് മന്ത്രി എത്തിയതിനു ശേഷമാണ് ആരംഭിക്കുകയുള്ളൂ. കെഎസ്ആർടിസിയുടെ വലിയൊരു അഭിമാന പ്രൊജക്റ്റായിട്ടുള്ള ഈ ഒരു മെഡിക്കൽ സെന്ററും ഒപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റിന്റെ അടക്കം ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ തമിഴ്നാടുമായി ചില അന്തർ സംസ്ഥാന ബസ്സുകളുടെ കരാർ ഒപ്പിടുന്നതടക്കമുള്ള സുപ്രധാന പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് സൂചന. എത്തുന്ന ആ സമയത്ത് പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസിന്റെ സന്നാഹം. നേരത്തെ തന്നെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നിലയുറപ്പിച്ചിരുന്നു. ബാരിക്കേഡും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധത്തിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി ഏതായാലും സമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ആശുപത്രി അടക്കമുള്ള പല പ്രഖ്യാപനങ്ങളും വളരെ വലിയ കെഎസ്ആർടിസിക്ക് അഭിമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനു മുൻപ് തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി എത്തി തന്നെയായിരിക്കും ഉദ്ഘാടനവും മറ്റ് പരിപാടികളെല്ലാം അതിലേക്ക് അടക്കം കടക്കുക. എന്തായാലും ഏറെ വൈകാതെ തന്നെ മന്ത്രി ഇവിടേക്ക് എത്തും. ഒപ്പം അതിനൊപ്പം തന്നെയുള്ളത് ഈ ഒരു ആശുപത്രിയുടെ മറ്റ് വിശദാംശങ്ങൾ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും അടക്കമുള്ള സൗജന്യ ചികിത്സയും ഡയാലിസിസ് യൂണിറ്റും അടക്കമുള്ള പല സുപ്രധാന കാര്യങ്ങളിലടക്കം ഇവിടെ ഇന്ന് ഉദ്ഘാടനത്തോടെ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ മന്ത്രി എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പൊതുപരിപാടി. 11 മണിക്ക് പറഞ്ഞാണ്, 12 മണി അവിടെ അടുക്കുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി എത്തുന്ന ഉടൻ തന്നെ പരിപാടിയിലേക്ക് കടക്കും. അപ്പോൾ ആ സമയത്ത് പ്രതിഷേധത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസും മറ്റ് സംവിധാനങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും വിവാദങ്ങൾക്കിടെയാണ് മന്ത്രി അടുത്ത പൊതുപരിപാടിയിലേക്ക് എത്തുന്നത്. അവിടെ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പോലീസ് സന്നാഹമടക്കം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.